ഇന്ന് ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് എഗ് ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന് കാട്ടിത്തരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. സംഭവം വേറെ ഒന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 1-2 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എണ്ണ തോനെയാണ് നമ്മൾ കുക്ക് ചെയ്യുന്നതിനകത്ത് ഒഴിക്കുന്നതിന്. സംഭവം വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലിരിക്കുന്ന എണ്ണ ഈ ഒരു 2 ലിറ്ററിൻ്റെ വലിയ ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഞാനതൊരു ചെറിയ ഡിസ്പെൻസറിലേക്ക് മാറ്റിയിട്ടാണ് കുക്ക് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ആ ഗ്ലാസ് ബോട്ടിൽ വീണ് പൊട്ടിപ്പോയി കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ ഓക്കെ ആയിട്ട് നല്ലൊരു ഡിസ്പെൻസർ കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു വലിയ ബോട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്യുമ്പോൾ ഡയറക്റ്റ് എണ്ണ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ പാനിലേക്ക് ഒഴിക്കുമ്പോൾ കുറച്ചധികം എണ്ണ വീണ് പോകുന്നതാണ്. തിരിച്ച് നമ്മളത് ബോട്ടിലേക്ക്, അതായത് പാനിൽ നിന്ന് ബോട്ടിലേക്ക് ഒഴിക്കണ അത്ര ഒരു കൺവീനിയൻ്റ് അല്ലാതെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ തന്നെ ഇങ്ങനെ വീണ എണ്ണയിൽ തന്നെ കുക്ക് ചെയ്തെടുക്കുന്നത്. അത് ഒട്ടും നല്ലതല്ലെന്ന് എനിക്കറിയാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയല്ലേ, ആ ഒരു സമാധാനത്തിൽ ഞാൻ കുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി പാചകത്തിലേക്ക് വരാം. ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് സവോളയും കാഷ്യും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ ഞാൻ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സവോള ഒന്ന് ഉപ്പ് ഇട്ടുകൂടി വഴട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വഴണ്ട് വരുന്ന സമയത്ത്, അതായത് ഒരു പകുതി വഴണ്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരട്ടെ. എനിക്കത് ശരിക്കും എൻ്റെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് പറഞ്ഞു തന്ന ടിപ്പാണ്. ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതായത് 1 ടീസ്പൂൺ നിറച്ച് വേണ്ട കേട്ടോ. ഞാൻ കുറച്ച് ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ഇടുന്നില്ല, ഒരു 1/2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളിത് ആഡ് ചെയ്യുമ്പോൾ ഇതിന് വേറൊരു ഫ്ലേവറാണ് കേട്ടോ. അതായത് എഗ് റോസ്റ്റ്, എഗ് ബിരിയാണി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ നെയ്യ് ഒഴിക്കുമ്പോൾ നമുക്ക് വേറൊരു ഫ്ലേവർ, ശരിക്കും ഇത് വർക്ക് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അടിപൊളിയായിരിക്കും. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിലേക്ക് ഒരു വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ഇനി ഒന്ന് ഉടഞ്ഞ് ഈ എണ്ണയൊക്കെ ഒന്ന് മുകളിൽ തെളിഞ്ഞ് വരുന്ന ആ ഒരു സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ടൈം വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് ഞാൻ പൊടി ഐറ്റംസ് ആയിട്ട് മഞ്ഞൾപ്പൊടി, ഞാനിത് കറക്റ്റ് ടീസ്പൂൺ ടേബിൾ സ്പൂൺ ഒന്നും പറയുന്നില്ല കേട്ടോ, നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട രീതിയിൽ പൊടികൾ ഇടുവാണ്. ഫസ്റ്റ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു 3 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. വലിയ എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ. പിന്നെ ഒരു 2 സ്പൂണോളം ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗരം മസാല ഞാനിവിടെ ഒരു കറിയിൽ യൂസ് ചെയ്യാറില്ല, ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഗരം മസാല ഇടുന്നില്ല, പകരം കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പച്ചമണം പോകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സായി വരാൻ വേണ്ടി ചെയ്യുന്നതാണ്. എന്നിട്ട് അതിലേക്ക് ഞാൻ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട, ഞാനൊരു 6 മുട്ടകളും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മുട്ടയുടെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതാണ്. എന്നിട്ട് ഈ മുട്ട പൊട്ടിപ്പോകാത്ത രീതിയിൽ നമുക്ക് സമയം എടുത്ത് വളരെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയില്ലായിരുന്നു, അതുകൊണ്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉപ്പ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും മുട്ട ഇടുന്നതിന് മുമ്പ് നമ്മൾ ഉപ്പൊക്കെ നോക്കണം കേട്ടോ, ഇല്ലേ പിന്നെ ഈ ഉപ്പ് ഇട്ടിട്ട് ഇളക്കിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഞാനത് മറന്നുപോയത്, വിട്ടുപോയതുകൊണ്ട് ഈ ഒരു സമയത്ത് കുറച്ച് ഉപ്പൊക്കെ ആഡ് ചെയ്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പിടിയോളം മല്ലിയില ഒന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പുതിനയില ഒന്നും എടുക്കുന്നില്ല, മല്ലിയില മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ എടുക്കുക. അപ്പോൾ തന്നെ നമ്മളുടെ ബിരിയാണിക്ക് വേണ്ട എഗ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് റൈസ് വെച്ചെടുക്കാം കേട്ടോ. അപ്പോൾ റൈസ് വെച്ചെടുക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലൊക്കെ വേണേൽ ഒഴിച്ചു കൊടുക്കാം, പക്ഷേ നെയ്യ് ഒഴിക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഹോൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്ന ടൈമിൽ ഞാൻ ഒരു ചെറിയ സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത് ഞാൻ ആ അരി, അതായത് സോക്ക് ചെയ്യാൻ ഒരു 1/2 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അതൊന്ന് ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ആ അരി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. അതായത് ഒന്ന് ഈ നെയ്ക്കകത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അരിയൊക്കെ മൊരിഞ്ഞ് വരുന്ന ഒരു സൗണ്ടൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതൊന്ന് മിക്സായി വന്നപ്പോഴത്തേക്ക് ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് എന്ന അളവിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിടുമ്പോൾ വെള്ളത്തിനെക്കാട്ടിലും കുറച്ച് ഉപ്പ് മുന്തി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റൈസിന്, അതായത് വെന്ത് വരുമ്പോൾ കറക്റ്റ് പാകത്തിനുള്ള ഉപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ റൈസ് ഇവിടെ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിലും തോനെ വെള്ളം ഒഴിച്ച് ഒരുമാതിരി കട്ട കെട്ടിപ്പോൾ ഇതൊരു കറക്റ്റ് പരുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അരിയൊക്കെ നന്നായിട്ട് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിലല്ല, ലോ ഫ്ലെയിമിൽ തന്നിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുത്തത്. അതുകൊണ്ട് തന്നെ അധികം കുഴഞ്ഞു പോയിട്ട് ഒന്നുമില്ല, നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഈ അരി ഇപ്പോഴും ഇങ്ങനെ കിട്ടാറുള്ളത് കൊണ്ട് ഞാൻ ഇതിലേക്ക് നാരങ്ങാനീരൊന്നും ആഡ് ചെയ്യാറില്ല കേട്ടോ. ഇനി വെന്ത് കുഴഞ്ഞു പോകുന്ന പേടിയുള്ളവർക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തായാലും റൈസ് ഞാൻ അതിൽ നിന്ന് ഒരു പകുതി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം റൈസിൻ്റെ ഒരു പോർഷൻ അവിടെ നിർത്തിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും ഞാനിത് മസാലയ്ക്കകത്ത് ഇടാനായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന സവാള ആണ് കേട്ടോ. ആ ഒരു ടൈമിൽ മറന്നുപോയി. അപ്പം ഞാൻ ഈ ഒരു ടൈമിൽ ഇവിടെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയൊക്കെ അതിൻ്റെ മുകളിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെയർ മസാലയൊക്കെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മൾ ബാലൻസ് എടുത്ത് വെച്ചിരുന്ന റൈസില്ലേ, പകുതി പോർഷൻ മാറ്റി വെച്ചില്ലേ, ആ റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇപ്പം നെയ്യൊക്കെ
വേണേൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഞാനിവിടെ നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. കാരണം എൻ്റെ ചോറിനൊക്കെ അത്യാവശ്യം നല്ല മയം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ നെയ്യൊന്നും ഒഴിച്ചു കൊടുത്തില്ല. ഈ വറുത്ത് വെച്ചിരുന്ന ബാക്കി സവാള അതിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ദമ്മിടാനായിട്ട് അതായത് ഒരു പാൻ എടുത്തിട്ട്, എൻ്റെ കയ്യിൽ ഈ ഒരു പാനേ ഉള്ളായിരുന്നു കേട്ടോ. ഈ പാത്രം സെറ്റായിട്ടിരിക്കുന്ന ഈ ഒരു പാനേ ഉള്ളായിരുന്നു. അപ്പോൾ അതിലേക്ക് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഞാനൊന്ന് ദമ്മിട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉടനെ തന്നെ ഇത് തുറക്കരുത് കേട്ടോ. ഏകദേശം ഒരു മണിക്കൂർ, ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും ശേഷം മാത്രമേ അത് തുറക്കാവുള്ളൂ. എങ്കിൽ മാത്രമാണ് കേട്ടോ അതൊരു നല്ല സെറ്റായിട്ട് നമുക്ക് നല്ലൊരു ഫ്ലേവറിൽ കിട്ടുന്നത്. ഉടനെ തുറന്നു കഴിഞ്ഞാൽ അത്ര സെറ്റായിട്ട് വരില്ല കേട്ടോ. ഈ ബിരിയാണി എന്നല്ല, ഏത് ബിരിയാണി ആയാലും നമ്മൾ ഉണ്ടാക്കി ഒരു 1.5 മണിക്കൂറിന് ശേഷം എടുക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ശരിക്കുള്ളൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ്ട് അധികം കുഴഞ്ഞൊന്നും പോവാതെ നല്ല ടേസ്റ്റായിട്ട് വളരെ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കി നമ്മുടെ ഒരു കിടിലൻ എഗ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഈ കാട്ടി തന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ.